الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു ബലിപെരുന്നാളിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റമദാനിലെ അവസാനത്തെ 10 രാത്രിക്ക് ശ്രേഷ്ഠതയുള്ളതുപോലെ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 പകലിനും വലിയ ശ്രേഷ്ഠതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമാക്കി പറഞ്ഞു തന്നിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതം ഏറ്റവും കടുത്ത പരീക്ഷണം നേടിയ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ ഉലുൽ അസം എന്നാ പറയുക. അവരിൽപ്പെട്ട 2 പ്രവാചകന്മാരാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയും നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അതിലെ ഒരു പരീക്ഷണമാണ് സന്താനങ്ങളില്ലാതെ കുറേ കാലം ജീവിച്ചു എന്നത്. വയസ്സായി പ്രായമായി സന്താനങ്ങളില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എൻ്റെ രക്ഷിതാവേ സദ്വത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായി പ്രദാനം ചെയ്യണമേ എന്ന പ്രാർത്ഥനയുടെ ഫലമായി മകൻ ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും അലൈഹി വസ്സലാത്തു വസ്സലാം അവർ 2 പേരെയും ലഭിച്ചു. അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചു. വബശർനാഹു ബിഗുലാമിൻ ഹലീം, അപ്പോൾ സഹനശീലനായ ഒരു ബാലനെ അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു. അങ്ങനെ ആ കടുത്ത പരീക്ഷണം തീർന്ന ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും വിജനമായ മക്കയിലെ താഴ്വരയിൽ താമസിപ്പിക്കണമെന്ന കൽപ്പന വന്നത്. ആ മാതാപിതാക്കൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന പ്രായമെത്തി അവിടെ മക്കയിൽ പോയി താമസിച്ച് കൈക്കുഞ്ഞായപ്പോൾ താമസിച്ച് സംസമിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അവിടെ ജീവിച്ച് ആ മകനെ ഉപകാരപ്പെടുന്ന ഒരു സമയത്താണ് കൽപ്പന വന്നത്, ആ കുട്ടിയെ ബലിയറുക്കണമെന്ന്. ഫലമ്മാ ബലമാഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി അഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമായി. ആ പ്രായമെത്തിയപ്പോൾ എൻ്റെ കുഞ്ഞുമകനെ ഞാൻ നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ കാണുന്നു. പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാകുന്നു, അവരത് നടപ്പിലാക്കേണ്ടതാകുന്നു.
അപ്പോൾ നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ്. ഫൻദുർ മാദാ തറ, നീ എന്താണ് അതിൽ കാണുന്നത്, നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പറയുകയാണ്, യാ അബത്തി കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുക, അറുക്കാൻ കൽപ്പിച്ചാൽ അറുക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലായിത്തീരും. 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയോട് നിന്നെ അറുക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തു മറുപടിയായിരിക്കും വരിക? ഒന്ന് ആലോചിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഗുലാമുൻ ഹലീം വബശർനാഹു ഗുലാമുൻ ഹലീം, സഹനശീലനായ ഒരു ബാലനെ സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് പറയുന്നത്. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, അങ്ങനെ അവർ രണ്ടുപേരും മിനയിലേക്ക് പോയി. അവിടെ കീഴ്പ്പെട്ടുകൊണ്ടവർ അവനെ നെറ്റി മേൽ ചെരിച്ചു കിടത്തി, ഒരു ഭാഗത്തേക്ക് തലവെച്ച് ആ നെറ്റിയിൽ കൈവച്ച് അറുക്കാൻ പുറപ്പെടുന്ന സമയത്ത് ഫനാദൈനാഹു അൻയാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഅ്യാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്പോൾ വിളിച്ചു പറഞ്ഞു, ഹേ ഇബ്രാഹിം, തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, തീർച്ചയായും അപ്രകാരമാണ് മുഹ്സിനീങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകുക. അറുക്കേണ്ടതില്ല, മറിച്ച് എന്ത് ചെയ്യണം? ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് സ്പഷ്ടമായ ഒരു പരീക്ഷണം മാത്രമാണ്. നീ അത് ചെയ്യുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണം. അവന്റെ പകരം ബലി അർപ്പിക്കാനായി ഒരു മഹത്തായ ബലിമൃഗത്തെ നൽകുകയും ചെയ്തു. പിന്നെ ബലിമൃഗത്തെയാണ് അറുക്കുന്നത്. അവിടെ വലിയൊരു പരീക്ഷണം. ആ പരീക്ഷണത്തിൽ തൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്ത് ഖലീലുള്ള എന്ന പേരിൽ ഖലീലുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന റസൂലായ ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹവും മകനോടുള്ള സ്നേഹവും തമ്മിൽ എങ്ങനെയാണെന്നറിയാനുള്ള പരീക്ഷണമായിരുന്നു അത്. ഈ പരീക്ഷണം നമുക്കൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് പരീക്ഷണം വരും. നമുക്ക് മക്കളോടാണോ ഇഷ്ടം, അതാ അള്ളാഹു വിധിച്ച വിധിയോടാണോ ഇഷ്ടം എന്ന് തിരിച്ചറിയാനാണ് ഇത്തരം പരീക്ഷണങ്ങൾ വരുന്നത്. മകന് പകരം വലിയൊരാണാടിനെ നൽകി അള്ളാഹു പകരം നൽകി ബലിയറുക്കാൻ കൽപ്പിച്ചെങ്കിലും ആ ബലിയറുക്കാൻ കൽപ്പിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ ആ പിതാവിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, ആ മകൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിന് വേണ്ടി മുഴുവൻ ത്യജിക്കാൻ അഥവാ ജീവൻ കളയാൻ ആ മകൻ തയ്യാറായി. അള്ളാഹുവിന് വേണ്ടി തൻ്റെ പൊന്നോമന പുത്രനെ അഥവാ വൈകി ഉണ്ടായ പുത്രനെ ബലിയറുക്കാൻ ആ പിതാവും തയ്യാറായി. അതുകൊണ്ടാണ് ഇബ്രാഹിം മല്ലദീ വഫ, കടമകൾ മുഴുവൻ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്ന് പ്രത്യേകം പറയുന്നത്. വരാനിരിക്കുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് ഉളുഹിയത്ത് നിർവഹിക്കാൻ പോകുന്നവരാണ് പലരും. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ദുൽഹജ്ജ് 1 മുതൽ ആ ഒരു ബലിക്ക് നിയ്യത്ത് വെച്ച ആളുകൾ ഒരിക്കലും മുടിയും നഖവും മുറിക്കാതിരിക്കുക. അതിന് മുമ്പ് മുറിക്കേണ്ടിയിരുന്നു, ഇനി മുറിച്ചിട്ടില്ലെങ്കിൽ അത് മുറിക്കാതെ സൂക്ഷിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ആളുകളെ കാണിക്കാനല്ല, എൻ്റെ ഒരു ഇത്ര വലുപ്പമുണ്ട്, ഇത്ര കിലോഗ്രാം ഉണ്ടായി എന്ന് പറഞ്ഞു നടക്കാനല്ല നമ്മൾ ഒരിക്കലും ബലിയറുക്കുന്നത്. മറിച്ച് അവിടെ എന്താണ് വേണ്ടത്? അവിടെ ശിർക്കിൽ അന്യനാലുല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ, അതിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തുകയില്ല. മറിച്ച് എന്താ എത്തുക? അള്ളാഹുവിനോടുള്ള തഖ്വയാണ് എത്തുക. അവയുടെ മാംസമോ രക്തമോ അള്ളാഹുവിൽ എത്തുന്നതേയല്ല. എന്നാൽ നിങ്ങളുടെ പക്കൽ നിന്നുള്ള നിങ്ങളുടെ മനസ്സിലെ നീയത്തും ഭയഭക്തിയുമാണ് അവിടെ എത്തുക. അതുകൊണ്ട് ഒരുവിനെ അറുക്കുമ്പോൾ നല്ല നീയത്തുണ്ടായിരിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ അറുക്കുന്നത്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അറുക്കുന്നത്. ഇതിനെമ്പാടും പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം പൂർണ്ണമായി എനിക്ക് ലഭിക്കണമെന്ന പ്രതിഫലേച്ഛയും കാത്തു സൂക്ഷിച്ചാകണം അറുക്കേണ്ടത്. മൃഗത്തിൻ്റെ പ്രായം ശ്രദ്ധിക്കണം. അത് പശുവാണെങ്കിൽ, അത് അങ്ങനെയുള്ള ഉരുവാണെങ്കിൽ, മാടുകളാണെങ്കിൽ 2 വയസ്സ് തികഞ്ഞ് 3-ാം വയസ്സിലേക്ക് കടന്നതായിരിക്കണമെന്ന ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധന നമ്മൾ വാങ്ങുന്ന ആ ഉരുവിനുണ്ട് എന്നുറപ്പിക്കൽ അതിൻ്റെ ബാധ്യതയാണ്. അത് ഉറപ്പിച്ചാൽ മാത്രമേ അത് സ്വീകാര്യമായി തീരുകയുള്ളൂ. അള്ളാഹുവിൻ്റെ അടുത്ത് ഇഖ്ലാസ് മാത്രമല്ല, അതിൻ്റെ സവാബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യൽ പ്രധാനമാണ്. ശാരീരിക വൈകല്യങ്ങൾ ഇല്ലാതിരിക്കണം. ഈ ഉരുവിനെ
കൂട്ടമറുക്കുകയാണെങ്കിൽ, 7 ആളുകൾ ഇറക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വിശ്വസ്തനായ അല്ലെങ്കിൽ അതിലുള്ള ഒരാൾ വിശ്വാസത്തോടുകൂടി ആ ഉരുവിനെ പരിശോധിക്കൽ നിർബന്ധമാണ്. ആ ഉരുവുണ്ടെന്ന് എല്ലാവരും പറയുകയും എല്ലാവരും ആരും ആ ഉരുവിനെ കാണാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വ്യക്തമായ ഒറ്റ കണ്ണുള്ളതിനെ അറുക്കാൻ പാടില്ല. കഠിനമായ രോഗമുള്ളതിനെ അറുക്കാൻ പാടില്ല. വ്യക്തമായ മുഴന്തുള്ളതിനെ അറുക്കാൻ പാടില്ല. ഒട്ടും കുഴപ്പമില്ലാത്ത വിധം അങ്ങേയറ്റം മെലിഞ്ഞുണങ്ങിയ ഒരുവിനെയും അറുക്കാൻ പാടില്ല. ഈ 4 നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 4ലും പെടാത്ത ഈ വൈകല്യങ്ങളൊന്നുമില്ലാത്ത ഒരുവിനെ അറുക്കാൻ സാധിക്കണം. അതേപോലെ ബലിപെരുന്നാളിൻ്റെ നമസ്കാരം കഴിഞ്ഞ് ഖുതുബയും കഴിഞ്ഞിട്ടാണ് അറുക്കേണ്ടത്. ഖുതുബയുടെ മുമ്പോ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ ഒന്നും അറുക്കാൻ പാടില്ല. എന്നാൽ അന്ന് അറുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ അയ്യാമു തശ്രീഖിൽ ദുൽഹിജ്ജ 11ലും 12ലും 13ലും ഒക്കെ അറുക്കാൻ പറ്റും. അതേപോലെ മൃഗത്തോട് കാരുണ്യം കാണിക്കുക, കത്തി മൂർച്ച കൂട്ടുക, മൃഗത്തെ അറവ് സ്ഥലത്തേക്ക് ക്രൂരമായി വലിച്ചു കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക, മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരു മൃഗത്തെ അറുക്കുന്നത് ഒഴിവാക്കുക. ഈ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബിസ്മിയും തക്ബീറും ചൊല്ലിയാണ് അറുക്കേണ്ടത്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അറുക്കേണ്ടത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി, എന്നിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണം എന്ന ഒരു പ്രാർത്ഥനയും ഇതറുക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. മാംസം കൃത്യമായി വിതരണം ചെയ്യുക എന്നത് ഉളുഹിയ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പങ്ക് സ്വന്തം കുടുംബത്തിന് ഭക്ഷണമായി എടുക്കാം. 2 പങ്ക്, രണ്ടാമത്തെ പങ്ക് ധനികരിലോ പാവപ്പെട്ടവരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നൽകാൻ പറ്റും. 3-ാമത്തെ പങ്ക് നിർധനരായ പാവപ്പെട്ടവർക്ക് ധർമ്മമായി നൽകണം. അഥവാ 2 രൂപത്തിലാകണം. ഓഹരി വെച്ചവനെടുക്കാം. അതേപോലെ ബാക്കിയുള്ളത് മാന്യമായി വിതരണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ബലി നന്നായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നിയ്യത്ത് തന്നെയാണ് പ്രധാനം, തഖ്വയെന്ന് തന്നെയാണ് പ്രധാനം, അതുണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു വിഷയം, ഈ ഒരു ദുൽഹജ്ജ് 10ൻ്റെ ഉള്ളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമറിയിക്കുന്ന ഹജ്ജത്തുൽ വിദാ എന്ന കർമ്മമുണ്ടായത്. ഹജ്ജത്തുൽ വിദാഇൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയുടെ അടുത്ത് നബിറ എന്ന സ്ഥലത്ത് നിർമ്മിച്ച തമ്പിൽ ഉച്ചവരെ കഴിച്ചു കൂട്ടി. ളുഹറിൻ്റെ സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് കയറി. എന്നിട്ട് ബത്നുൽ വാദി എന്ന് അറഫയിലെ പള്ളി നിൽക്കുന്നിടത്ത് ചരിത്ര പ്രസിദ്ധമായ വലിയൊരു പ്രഭാഷണം, വിടവാങ്ങൽ പ്രസംഗം നടത്തി. 1,00,000-ൽ പരം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗം ശ്രവിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് നിർവഹിക്കുകയുണ്ടായി. ഈ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് നടത്തിയത്. വലിയ ഒരു കാര്യം. ആ ഒരു പ്രസംഗം ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ആര് കേട്ടാലും അതിലെ ഓരോ പോയിന്റുകളും മാനവരാശിക്ക് ഏറ്റവും പ്രധാനമായതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഖാദാ വൽ മൗഖിഫി അബദാ. മനുഷ്യരെ സശ്രദ്ധം ശ്രവിക്കുക. ഈ കൊല്ലത്തിന് ശേഷം ഈ സ്ഥാനത്ത് വെച്ച് ഇതുപോലെ നിങ്ങളെ കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ വാക്ക് തൻ്റെ സഹാബത്തിൻ്റെ ഉള്ളിലുണ്ടാക്കിയ ഓളം എത്രയായിരിക്കും. അടുത്ത ഒരു ഹജ്ജിൻ്റെ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂലോകത്തുണ്ടായിരിക്കില്ല എന്നതിൻ്റെ സൂചനയാണ് നൽകിയത്. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ സ്വന്തം ശരീരത്തെക്കാൾ, കച്ചവടത്തെക്കാൾ, വീടിനേക്കാൾ, മക്കളെക്കാൾ ഇഷ്ടപ്പെട്ടവരായിരുന്നു സഹാബത്ത്. അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു വസിയത്താണ് അവർക്ക് മനസ്സിലായി. ഇന്ന ദിമാഅകും വ അംവാലുകും വ അഅറാദുകും അലൈക്കും ഹറാമുൻ കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. മനുഷ്യരെ, ഈ പ്രദേശം, മക്ക എന്ന പ്രദേശം, ഈ മാസം ദുൽഹജ്ജ് എന്ന മാസം, ഈ സുദിനം, അറഫാ ദിനം, ഇതിനെത്ര പവിത്രതയുണ്ടോ അത്രയും പവിത്രതയുണ്ട് അന്യൻ്റെ രക്തത്തിന്, അന്യൻ്റെ അഭിമാനത്തിന്, അന്യൻ്റെ സമ്പത്തിന്. ഇത് 3ഉം കവർന്നെടുക്കാൻ പറ്റുകയില്ല. കാബയെ കണ്ടാൽ നമുക്കെന്തു തോന്നും? മക്കയെ കണ്ടാൽ നമുക്കെന്തു തോന്നും? ആ ദിവസത്തിൻ്റെ പവിത്രത കേട്ടാൽ എന്തു തോന്നും? അതേ രൂപത്തിൽ ഓരോരുത്തരോടും മാന്യമായി പെരുമാറണം, സൽസ്വഭാവത്തോടു കൂടി പെരുമാറണം. എല്ലാവരെയും ആദരിക്കാൻ സാധിക്കണം. മനുഷ്യരെ മുഴുവൻ ആദരിക്കാൻ കൽപ്പിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു അത്. അമാനത്തുകൾ പാലിക്കണം.
ജാഹിലിയ ആചാരങ്ങളെ വിട്ടുപോകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. അമൻ കാനത ഇൻദഹു അമാനതൻ നിങ്ങളുടെ കൈവശം ആരെങ്കിലും അമാനത്തുകൾ, സൂക്ഷിപ്പ് സ്വത്തുക്കൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുത്തു വീട്ടണം. ആരാന്റെ സ്വത്ത് കയ്യിൽ വെച്ച്, ആരാന്റെ സാധനം കയ്യിൽ വെച്ച് ജീവിക്കുന്ന ആളുകൾ അത് തിരിച്ചു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അലാ കുല്ലി ശൈഇൻ മിൻ അംരിൻ ജാഹിലിയ തഹ്ത ഖദമി മൗദിഉൻ. ജാഹിലിയ കാലത്തെ എല്ലാ ദുരാചാരങ്ങളും ഞാനിതാ കുഴിച്ചു മൂടുന്നു, എൻ്റെ കാൽ കീഴിലാക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ജാഹിലിയ കാലത്തെ എല്ലാ ആചാരങ്ങളും അതോടുകൂടി റദ്ദ് ചെയ്യപ്പെട്ടു. ആ ആചാരങ്ങളിലേക്കൊന്നും ഇനി മുസ്ലിം സമുദായം തിരിച്ചു പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. പലിശയെ നിരോധിച്ചു, പ്രതികാരത്തെ നിരോധിച്ചു. വരിബൽ ജാഹിലിയത്തു മൗദൂഉൻ ലകുർ റൂസു അംവാലിക്കും വലാ തുളിമൂന വലാ തുളമൂൻ. أول الربا الربا عباس بن عبد المطلب فإنه موضوع كله. എല്ലാ പലിശയെയും ഞാനിതാ ചവിട്ടിത്താഴ്ത്തുന്നു, ദുർബലപ്പെടുത്തുന്നു. മൂലധനമല്ലാതെ ഒന്നും നിങ്ങൾക്ക് അവകാശപ്പെടുന്നില്ല. ആ പലിശക്ക് കൊടുത്ത മൂലധനം തിരിച്ചു വാങ്ങാം, അല്ലാതെ അതിൽ നിന്നും പലിശ, പലിശയോ വാങ്ങാൻ പാടില്ല. എൻ്റെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ പലിശ ഞാനിതാ ആദ്യമായി ദുർബലപ്പെടുത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വദിമാഉൽ ജാഹിലിയത്തി മൗദൂഅത്തുൻ വഇന്ന അവ്വല മാ ദമിഅ അളഉ മിൻ ദിമാഇന ഇബ്നു റബീഅത്ത് ബിൻ ഹാരിത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. എല്ലാ നിലക്കുള്ള പ്രതികാരങ്ങളെയും ഞാനിതാ അവസാനിപ്പിച്ചിരിക്കുന്നു. ഒന്നാമതായി അവസാനിപ്പിച്ചത് അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹാരിത്തിന്റെ മകൻ റബീഅയുടെ പ്രതികാരം ഞാനിതാ ദുർബലപ്പെടുത്തുന്നു. റബീഅ കൊല്ലപ്പെട്ടിരുന്നു, അതിന് പ്രതികാരം ചെയ്യുമെന്ന് ആ ഖുറൈശി കുടുംബം നേർച്ച ചെയ്തിരുന്നു. അതിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുർബലപ്പെടുത്തി. അതിനെ ദുർബലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള പ്രതികാരങ്ങളൊക്കെ അതിൻ്റെ താഴെയാണ്. ഇപ്പൊ പ്രതികാരങ്ങൾ ചെയ്യാൻ പാടില്ല, പലിശ വാങ്ങാൻ പാടില്ല, പലിശ കൊടുക്കാൻ പാടില്ല. പിശാചിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം മുന്നറിയിപ്പ് നൽകി. ഇന്ന ശൈത്താന ഖദ് യൈസാൻ യഅബുദ ഫീ അർദികും ഹാദിഹി അബദ വലാകിൻ ഇൻ യുതഅ ഫീ സൂഇ ദാലിക മിമ്മാ തഖ്ഖിറൂന മിൻ അഅമാലികും ഫഖദ് റദിയ ബിഹി. ജനങ്ങളെ, നിങ്ങളുടെ ഈ ഭൂമിയിൽ മക്കയിൽ ഇനി പിശാച് ആരാധിക്കപ്പെടുന്നതിൽ നിന്നും അവൻ നിരാശനായിരിക്കുന്നു. മക്കയിൽ ഒരിക്കലും ഇനി വിഗ്രഹാരാധന വരികയില്ല, ഔലിയാക്കൾ ആരാധിക്കലില്ല, അമ്പിയാക്കൾ ആരാധിക്കുന്ന ഒരവസ്ഥ മക്കയിൽ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ആരാധനയല്ലാത്ത നീചപ്രവർത്തനങ്ങളാൽ നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിൽ പിശാചിനെ നിങ്ങൾ അനുസരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പിശാച് അതിൽ തൃപ്തിപ്പെടുകയും പിശാചിനെ ആരാധിക്കപ്പെടുകയില്ല. എന്നാൽ പിശാചിനെ മക്കയിൽ അനുസരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരാൾ തൗഹീദിലാണെങ്കിലും, ഒരാൾ കൃത്യമായ തൗഹീദിലാണെങ്കിലും, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നുണ്ടെങ്കിലും പിശാചിനെ അനുസരിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അർഫാ ദിനത്തിലെ പ്രസംഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. ഫത്തഖുല്ലാഹ ഫിന്നിസാ. ജനങ്ങളെ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നകും അഖദതുമൂഹുന്ന ബിഅമാനത്തില്ലാ. അവർ നിങ്ങളുടെ അടുക്കൽ ഒരു അമാനത്താണ്, സൂക്ഷിപ്പ് സ്വത്താണ്. നിങ്ങൾ അവരെ സംരക്ഷിക്കേണ്ടവരാണ്. ലക്കും അലൈഹിന്ന അല്ലാ യൂതി അന്ന ഫുർശകും അഹദുകും തക്റഹൂനഹു വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന കിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. എന്നാൽ നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത് സ്ത്രീകൾക്ക് നിങ്ങളോടുള്ള കടമയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ വീട്ടിലേക്ക് കയറ്റേണ്ടതില്ല, ആ വിരിപ്പിലേക്ക് കടത്തേണ്ടതില്ല എന്ന് സ്ത്രീകളോട് പറയുകയാണ്. നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണം, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം. ഒരു വസിയ്യത്ത് നിർവഹിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാചകത്തിൽ ഏറ്റവും സ്വർണ്ണ തിളക്കത്തോടുകൂടി പറയുന്ന ഒരു കാര്യത്തിൽ
സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ പ്രത്യേകം പറയുന്നു. അവർക്കാവശ്യമായ ഭക്ഷണം, വസ്ത്രം എന്നിവ മാന്യമായി നിർവഹിച്ചു കൊടുക്കണം. ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിർത്തിയില്ല, ഖുർആനും സുന്നത്തും അനുസരിക്കാൻ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വസിയത്ത് ചെയ്തു. വഖദ് തറക്തു ഫീകും മാ ലൻ തളില്ലു ബഅദഹു ഇൻ ഇഅ്തസംതും ബിഹി കിതാബല്ലാഹി വസുന്നത നബിയിഹി. ഞാനിതാ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. 2 കാര്യങ്ങൾ ഞാനിതാ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അത് നിങ്ങൾ മുറുകെ പിടിക്കുക, എന്നാൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല. എന്തൊക്കെയാണ്? കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ഖുർആൻ മുറുകെ പിടിക്കണം. വസുന്നത നബിയിഹി, പ്രവാചകന്റെ ചര്യയും മുറുകെ പിടിക്കണം. അങ്ങനെ മുന്നോട്ട് പോകണം. ഇനിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഞ്ചസ്തംഭങ്ങളെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. ജനങ്ങളെ, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല, നിങ്ങൾക്ക് ശേഷം ഒരു സമുദായവുമില്ല. നിങ്ങൾ നിങ്ങളുടെ നാഥനെ മാത്രം ആരാധിക്കുക, 5 സമയം നമസ്കരിക്കുക, റമളാനിൽ നോമ്പ് നോൽക്കുക, സകാത്ത് നൽകുക, ഹജ്ജ് നിർവഹിക്കുക, നിങ്ങൾ നേതൃത്വത്തെ അനുസരിക്കുക, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അലാ ഫഅബ്ദു റബ്ബക്കും വസല്ലു ഖംസക്കും വസൂമു ശഹറക്കും വഅദ്ദു സകാത അംവാലിക്കും ത്വയ്യിബത്തും ബിഹാ അൻഫുസിക്കും വഅതിയു വലാതു അംരിക്കും. നേതൃത്വത്തെ അനുസരിക്കണം. എന്നാൽ നിങ്ങൾ എവിടെ പോകും? തദ്ഖുലുൽ ജന്നത റബ്ബക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിച്ച് പൂർത്തിയായി. ആ സമയത്താണ് ആയത്തിറങ്ങുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം ദീനിനെ പൂർത്തിയാക്കുകയും അത് മതമായി തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു എന്ന അല്ലാഹുവിൻ്റെ ആയത്തിറങ്ങി. ജൂതന്മാർ പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്കിറങ്ങിയ ആയത്താണെങ്കിൽ അന്ന് ഞങ്ങൾ പെരുന്നാളാക്കുമായിരുന്നു. ഒരു ഇസ്ലാമിനെ പൂർത്തിയാക്കി എന്നൊരായത്തിറങ്ങിയ ആ ഒരു ദിവസം എത്രമാത്രം സന്തോഷമുണ്ടാകണം. ജനങ്ങളെ, എന്നെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും, അന്ന് നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു, തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു എന്ന് ഞങ്ങൾ പറയും. അന്നേരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് വിരൽ ചൂണ്ടി അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ് എന്ന് പറഞ്ഞു. ഓരോ കാര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എടുത്ത് വിശദീകരിക്കുകയാണെങ്കിൽ ഓരോ പ്രബന്ധം എഴുതാൻ മാത്രം അത്രയും കനപ്പെട്ട വാചകമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ പ്രത്യേകത കുറഞ്ഞ വാക്കിൽ വലിയ ആശയങ്ങൾ പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കും എന്നത് പ്രവാചകത്തിൻ്റെ തെളിവായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സമത്വവും മാനവികതയും, എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാൻ, ആരോടും ഉച്ചനീചത്വങ്ങളില്ലാതെ പെരുമാറാൻ സാധിക്കണം. ജനങ്ങളെ, നിങ്ങളെല്ലാം അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒരുവനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരുവനാണ്. അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. എന്തുകൊണ്ടല്ലാതെ? തഖ്വ കൊണ്ടല്ലാതെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവസാനത്തെ ഒരു വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളിവിടെ 1,00,000-ഓളം ആളുകളുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ അറിഞ്ഞത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണം, ഇതെത്തിച്ചു കൊടുക്കണം. വറുബ്ബ മുബല്ലിഗൻ ഔ ആമിൻ സാമിഅ, നിങ്ങൾ എത്തിച്ചു ആരെങ്കിലും ഇതെത്തിച്ച് കിട്ടിയാൽ അവരതിൽ കേട്ടതിൽ അവർ കാര്യം ഗ്രഹിച്ചേക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതിൻ്റെ ഫലം എന്താണെന്നോ? അതിൻ്റെ ഫലം ആ 1,00,000 ചില്ലാനം സഹാബികളിൽ എല്ലാവരും ഇത് ഹജ്ജ് കഴിഞ്ഞ് എങ്ങോട്ടാണോ വാഹനമൃഗം തിരിഞ്ഞത് അങ്ങോട്ട് വാഹനത്തെ ചലിപ്പിക്കുകയും അവിടെ ചെന്ന് ദഅവത്ത് നടത്താൻ അവർ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ദീൻ
ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ കാര്യങ്ങളും മനുഷ്യത്വത്തിലേക്ക് മനുഷ്യരെത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാ ദിനത്തിലെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചു. ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഇസ്ലാമിൻ്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനുള്ള തൗഫീഖിനെ അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ദുൽഹജ്ജ് 10 ആ 10 ദിവസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അറഫ നോമ്പ് എന്നത്. അറഫ നോമ്പ് ദുൽഹിജ്ജ 9-നാണ്. ദുൽഹജ്ജ 9 ഇവിടെ മാസം കണ്ടത് പ്രകാരം ബുധനാഴ്ച നോമ്പും വ്യാഴാഴ്ച പെരുന്നാളുമാണ് ഇവിടുത്തെ മാസം കണ്ടതിനനുസരിച്ചുള്ളത്. ഓരോ നാട്ടിലും മാസം കണ്ടതിനനുസരിച്ചാണ് ദുൽഹിജ്ജ 9 തീരുമാനിക്കുകയും അറഫ നോമ്പ് നോൽക്കുകയും ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫയെക്കുറിച്ച് ചോദിച്ചു. അറഫ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ യുകഫിറു സനത്തിൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപവും വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങളെയും അത് പൊറുപ്പിച്ച് കളയും, അത് പൊറുത്തു തരും ഒരു നോമ്പ് നോറ്റാൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുകയാണ്. നരകമോചനം ലഭിക്കുന്ന ദിവസമാണ് അറഫാ ദിനം. മാ മിൻ യൗമിൻ അക്തറു മിൻ അയ്യുബ്തകല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ. അറഫാ ദിവസത്തേക്കാൾ കൂടുതൽ അള്ളാഹു തൻ്റെ ദാസന്മാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. അറഫാ ദിനം വന്നാൽ അന്നൊന്ന് സൂക്ഷിച്ച് പെരുമാറാനും കൂടുതൽ നന്മ ചെയ്യാനും നോമ്പെടുക്കാനും അന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസാണെന്ന് മനസ്സിലാക്കാനും ആ സമയത്ത് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും മറ്റും നമുക്ക് സാധിക്കണം എന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. അതേപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയം അത് അറഫാ ദിനത്തിലുണ്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഖൈറു ദുആഉ ദുആഉ യൗമു അറഫ, പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ചുരുങ്ങിയ അധ്വാനം കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള മാർഗമാണത്. വ്യാഴാഴ്ചയാണ് നമുക്ക് പെരുന്നാൾ ദിനമായി വരിക. ഇവിടെ പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, നമ്മളെ നമസ്കാരം പള്ളിയിലാണ് 6:15-നാണ്. ഇപ്പോൾ നേരത്തെയാണ് ബാങ്കുള്ളത്, 5:07-നാണ് നിസ്കാരമുള്ളത്. എല്ലാവരും ഒന്ന് നേരത്തെ ഒരുങ്ങി നേരത്തെ എത്തുക. നമുക്ക് ഉദ്ഹിയ്യത്ത് നേരത്തെ അറുക്കേണ്ടതുണ്ട്, അത് വിതരണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം നേരത്തെയാക്കിയത്. 6:15 ആണ് നമസ്കാരം. അതിനൊരുങ്ങി വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആ രാവിലെ നമ്മൾ ഒന്നുകൂടി പരിശ്രമിച്ചാൽ നേരത്തെ എത്താൻ നമുക്ക് സാധിക്കും. ഈ ഒരു പെരുന്നാളിൻ്റെ ദിവസം അന്ന് തലേന്ന് മഗ്‌രിബ് മുതൽ ആ സമയം തുടങ്ങി പെരുന്നാളിൻ്റെ തക്ബീർ എത്ര മുഴക്കുന്നു, പെരുന്നാളിൻ്റെ നമസ്കാരത്തിന് വരുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം തക്ബീർ ചൊല്ലുന്നു, അത്രയും സന്തോഷം പെരുന്നാളിൻ്റെ ആ ഖുത്ബ കേൾക്കുമ്പോഴും നമസ്കരിക്കുമ്പോഴും ഉണ്ടാകും. നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു ഭാരക്കുറവ് ഈ തക്ബീറിനെ കൊണ്ടുണ്ടാകും. അതുകൊണ്ട് ദുൽഹജ്ജ് 9 മുതൽ അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസം ദുൽഹജ്ജ് 13 മഗ്‌രിബിന് മുമ്പ് വരെ നിരന്തരമായി തക്ബീർ ചൊല്ലുന്ന ആളുകളായിരിക്കണം. വീടുകളിലും അങ്ങാടികളിലും ഒക്കെ ശബ്ദമുയർത്തി തക്ബീർ ചൊല്ലിയിരുന്നു സഹാബത്ത് എന്ന് നിവേദനങ്ങളിൽ കാണാൻ പറ്റും. പെരുന്നാളിൻ്റെ കുളിയും ഒരുങ്ങലും ഏറ്റവും പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചൊരുങ്ങി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ബലി പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെയായിരുന്നു അവൻ ഈ മുസല്ലയിലേക്ക് എത്തിയിരുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ കാര്യമൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പെരുന്നാൾ നമസ്കാരത്തിന് വന്നാൽ ഖുത്ബ ശ്രവിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ആ കർമ്മം അതിനനുസരിച്ച് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും കുടുംബ സന്ദർശനം നടത്താനും രോഗസന്ദർശനം നടത്താനുമൊക്കെ പെരുന്നാളിൽ പ്ലാനുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്താനും എല്ലാ ബിദ്അത്തുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ.
രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടധികം ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാവർക്കും ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.